യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പല ദുഃഖ വീടുകളിലും പോയി ആശ്വാസവാക്കുകൾ പറയുന്ന എനിക്ക് ഇങ്ങനൊരു സാഹചര്യം നേരിടുമെന്ന് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇത്രത്തോടെ ബലത്തോടെ ആരോഗ്യത്തോടെ നിന്ന് സംസാരിപ്പാൻ ദൈവം എനിക്ക് ബലം തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നമ്മുടെ ദേശത്തിൽ അനേകർ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിനുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സ്വദേശത്തും വിദേശത്തും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകർ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായൊരു കാര്യമാണ്. പ്രിയ 17 വർഷം മുമ്പേ നല്ല സൗന്ദര്യവും നല്ല വെളുപ്പും നല്ല ആരോഗ്യമുള്ളൊരു പൈതലിനെ, ഒരു ഊനമില്ലാത്തൊരു പൈതലിനെ എനിക്ക് ലഭിക്കാൻ ദൈവം ഇടയായി. 17 വർഷക്കാലം അവനെ വളർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നല്ല സൗന്ദര്യവും നല്ല നീളവും നല്ല ആരോഗ്യമുള്ളൊരു പൈതലായിരുന്നു. പ്രത്യേകിച്ച് അവന് ഒത്തിരി കഴിവുകൾ ദൈവം കൊടുത്തു. ഞാൻ എപ്പോഴും പറയും, നീ 20 വർഷം മുന്നോട്ടാണ്. എന്നുവെച്ചാൽ പെട്ടെന്നാണ് ഓരോ കാര്യത്തിന് എന്നെക്കാൾ മുമ്പേ ഇടപെടുന്നത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചാൽ അവന് മനസ്സിലാവും. അതുപോലെ കഴിവുകൾ ദൈവം അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ ദൈവം വിളിച്ചു. അതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രത്യേകം ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കൂട്ടുകാരെ പോലാണ് ജീവിക്കുന്നത്. എന്നെ കളിയാക്കും, അങ്ങോട്ട് കളിയാക്കും, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഇവർ രണ്ടുപേരും എൻ്റെ നെഞ്ചത്ത് കയറി കിടക്കും. അവൻ കിടക്കത്തില്ല. അച്ചാച്ച ഞാൻ കിടന്നു കഴിഞ്ഞാൽ അച്ചാച്ചന് ശ്വാസം മുട്ടിപ്പോവും, അതുകൊണ്ട് ഞാൻ കിടക്കത്തില്ല. അങ്ങനെയുള്ള രീതിയായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. ഞങ്ങൾ പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, മക്കളെ നിങ്ങൾ എവിടെ പോയാലും കള്ളത്തരം പറയരുത്, കള്ളം കാണിക്കരുത്, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഈ ഒരു 2-3 കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത് അവൻ്റെ അവസാന നിമിഷം വരെയും അവനത് പാലിച്ചു. അന്ന് അവിടെ കടന്നു പോയപ്പോൾ അവൻ്റെ മമ്മയെ വിളിച്ച് പറഞ്ഞു, മമ്മ ഞാൻ ഇന്നടത്ത് പോവുകയാണ്. കറക്റ്റ് കാര്യങ്ങൾ പറയാതെ അവൻ ഒരിടത്തും പോയിട്ടില്ല. ഞാൻ പലപ്പോഴും പല പത്രവാർത്തകൾ കേൾക്കുന്നുണ്ട്, രാത്രിയിൽ മക്കൾ പോകുന്നു, എവിടെ പോയെന്ന് അറിയുന്നില്ല, മാതാപിതാക്കൾ അറിയുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇവരെ 3 പേരെയും വിളിച്ച് ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പനും അമ്മയെ അറിഞ്ഞില്ലെന്നൊരു വാക്ക് ഞങ്ങൾക്ക് പറയാൻ ഇടയാക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് പൊക്കോ, ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല, സത്യം മാത്രം പറഞ്ഞിട്ടേ പോകാവൂ. എൻ്റെ കുഞ്ഞത് പാലിച്ചു. അതിന് വളരെ ഒരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട്. സഭക്കാരുടെ മുന്നിൽ, ദേശക്കാരുടെ മുന്നിൽ എനിക്കിന്ന് അഭിമാനത്തോടെ നിൽപ്പാൻ ദൈവം സഹായിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം അവന് എൻ്റെ കൂട്ടുകാർ അവൻ്റെ കൂട്ടുകാരാണ്, അവൻ്റെ അച്ചാച്ചിയുടെ കൂട്ടുകാർ അവൻ്റെ കൂട്ടുകാരാണ്, അവൻ്റെ മമ്മയുടെ ഫ്രണ്ട്സ് എല്ലാം അവൻ്റെ ഫ്രണ്ട്സാണ്. അങ്ങനൊരു ബന്ധമാണ്. ഞാൻ YPയുടെ സോണൽ സെക്രട്ടറിയായും YPയുടെ സ്റ്റേറ്റ് ബോർഡ് മെമ്പറായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കൂടെ അവന് നടക്കും. പ്രായമുള്ളവരോടെല്ലാം പരിചയപ്പെടും. പ്രത്യേകിച്ച് ഇന്നിവിടെ അനേക ദേവദാസന്മാർ, പ്രത്യേകിച്ച് കേരളത്തിനകത്തും പുറത്തും അനേക ദേവദാസന്മാർ ഈ വാർത്ത കേട്ട് ഭവനത്തിൽ വരികയും ഇന്നിവിടെ വരികയും ചെയ്തു. ഇവരോടെല്ലാം അവന് വ്യക്തിപരമായൊരു ബന്ധം അവൻ സ്ഥാപിച്ചെടുക്കുവാൻ ഈ ചെറിയ പ്രായത്തിൽ അവന് സാധിച്ചു. മുൻ ഓവർസിയറായിരുന്ന നമ്മുടെ CC തോമസ് സാറ്, ഇപ്പോഴത്തെ ഓവർസിയർ വൈറജി പാസ്റ്റർ, ഇവരോടെല്ലാം അവന് വ്യക്തിപരമായ ബന്ധമുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് വൈറജി പാസ്റ്ററൊക്കെ ഓവർസിയറായപ്പോൾ അവന് ഭയങ്കര സന്തോഷം. അവൻ പറയും, എന്നെ കണ്ടു, കൈ കാണിച്ചു, അച്ചാച്ചൻ്റെ പേര് പറഞ്ഞാൽ അവനെ അറിയാം എന്നൊക്കെ അവൻ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ സമൂഹത്തിനും പ്രത്യേകിച്ച് ദൈവസഭയ്ക്കും ഒരു അഭിമാനമായിരുന്നു. എൻ്റെ അനുജൻ ഫിനു ഓർപ്പിച്ചതുപോലെ എവിടെയെങ്കിലും പോയാൽ അവനെ പറയും, എനിക്ക് നാളെ സൺഡേ ചർച്ചിൽ പോകണം, സൺഡേയിൽ ഒത്തിരി എനിക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചർച്ചെന്നൊരു മുൻഗണന അവൻ എപ്പോഴും കൊടുത്തിരുന്നു. ചർച്ചിൽ വന്നാൽ സഭായം കഴിഞ്ഞാൽ ഇവിടെ രായിച്ചാനും ഇവിടെ എല്ലാവരും ഉണ്ട്, തമ്പിച്ചാനൊക്കെ പറഞ്ഞ പോലെ എല്ലാവരും പേര് വിളിച്ച് ഒന്ന് തമ്പിച്ച അല്ലെങ്കിൽ രായിച്ച എന്ന് വർത്താനം പറയാതെ അവൻ പോയിട്ടില്ല. അതുപോലെ തന്നെ സഹോദരിമാർ, മേഴ്സി ആൻറ്റി, അതുപോലെ എല്ലാ ആൾക്കാരോടും അവൻ പേര് വിളിച്ച് സംസാരിക്കാതെ ചർച്ചയിൽ നിന്ന് പോയിട്ടില്ല. എൻ്റെ കുഞ്ഞ് ഇതിനൊക്കെ ഒരുങ്ങുമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെ അടുത്ത് നിർത്തി. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ പറഞ്ഞു. അതിന് മുമ്പേ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വെള്ളത്തിൽ മാത്രം കളിക്കാൻ പോകരുത്. വേറെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം. വെള്ളത്തിൽ പോയാൽ നമുക്കത് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല.
പക്ഷേ അവന് ഓതറ ഭാഗത്ത് അവൻ്റെ ഇളകുറ്റൂർ സഭയിലുള്ള കുറേ കുഞ്ഞുങ്ങൾ അവൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. കല്ലിശ്ശേരി IPCയിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെയായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ്. അവരോടൊക്കെ പല പ്രാവശ്യം പോകുമ്പോഴും അവിടെ നാട്ടുകാരിൽ നിന്ന് കേട്ടിയ വാർത്തയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ പറഞ്ഞാൽ അവൻ പറയും ഞാൻ ഇറങ്ങത്തില്ല, അച്ചാച്ചൻ വഴക്ക് പറയും, അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ ഇറങ്ങില്ലെന്ന്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് പകല് അവൻ NSSൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ ഫാണ്ടത്തിൽ വന്ന് ഡ്രസ്സ് മാറി അവൻ്റെ മമ്മായെ വിളിച്ച് പറഞ്ഞു ഞാൻ ഇന്നപോലെ ഇന്നടത്ത് പോവുകയാണ്. അവൻ്റെ ചെറിയൊരു തുക അവൻ്റെ കയ്യിൽ അവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവൻ പോയതാണ്. പോയിട്ട് വന്ന വഴിക്ക് ഇവരെല്ലാവരും 3-4 പേരുണ്ടായിരുന്നു. അവർ കളിച്ചുകൊണ്ടിരുന്നു. ആരോ സ്ലിപ്പായി പോയി അവരെ രക്ഷിക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ കുഞ്ഞ് തിരിച്ച് വെള്ളത്തിലേക്ക് വീണ് അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയില്ല, ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സമയമായി അവന് ഇത്രയേ ഉള്ളൂ അവൻ്റെ ഭൂമിയിലെ വാസം. പലർക്കും അവനൊരു അഭിമാനമായിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രത്യേകം അവൻ്റെ കൊച്ചു പ്രായത്തിൽ അവനെ വളർത്തിയ ശാലിനി കുടുംബം, അതുപോലെ തന്നെ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ സുജ, ലിങ്കൻ. അവരോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. ഏതെങ്കിലും വീട്ടിൽ പോകണമെങ്കിൽ അവരുടെ വീട്ടിലേ പോകത്തുള്ളൂ. അതുപോലെ തന്നെ ബിജോയ് അവരുടെ വീട്ടിൽ അവരെപ്പോഴും പോവും. അവരെ മക്കൾ സാമ്, മൈസൂരിലെ സ്റ്റാൽവിനെ, തോമസ് കുട്ടി, ഇവരെല്ലാം അവർക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. അവരൊക്കെ ഒത്തിരി അവന് സ്നേഹം കൊടുത്തു. ബിജോയുടെ മക്കളെ, ബിനോയുടെ മക്കളെ, അവരൊക്കെ ഭവനത്തിൽ വന്നാൽ അവരെ കെട്ടിപ്പിടിച്ചേ അവൻ കിടക്കത്തുള്ളൂ. ഞാൻ ചോദിക്കും എടാ നിനക്ക് എങ്ങനെ പറ്റുന്നു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ? അവനൊരു മടിയുമില്ല. പ്രത്യേകിച്ച് എൻ്റെ അനിയനും അനിയത്തിയും. ഞങ്ങളെപ്പോഴും പറയും അനിയത്തിയുടെ മോനാന്നേ പറയത്തുള്ളൂ. അതേ രീതിയിലാണ് അവരെ വളർത്തിയത്. അവളെക്കാളും കൂടുതൽ സ്നേഹം ഫിനുവിനോടായിരുന്നു. ഫിനു വരുമ്പോഴേ അവൻ അവിടെ പോകത്തുള്ളൂ. അവൻ്റെ വല്യപ്പച്ചൻ എൻ്റെ അമ്മയോട് അവന് ഭയങ്കര സ്നേഹമായിരുന്നു. അതുപോലെ അവൻ്റെ മമ്മി, എൻ്റെ പപ്പായുടെ പേരാണ് അവന് ഇട്ടേക്കുന്നത്, ജെറോ ഏബ്രഹാം സാബു. സഭയിലെ എല്ലാവരും ജെറോ സാബു എന്ന് വിളിക്കുമ്പോൾ അവൻ ദേഷ്യപ്പെട്ട് പറയും എൻ്റെ പേര് അങ്ങനല്ല, എൻ്റെ പേര് ജെറോ ഏബ്രഹാം സാബു, അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് അവനെ പലരോടും പറയാറുണ്ട്. അതുപോലെ അവൻ്റെ പപ്പായും മമ്മിയും അവന് ഇഷ്ടമായിരുന്നു. സണ്ണി പാപ്പനെ, ഷായി പാപ്പനെ, ഞങ്ങളാരും മാസങ്ങളോ വർഷങ്ങളോ കൂടുമ്പോഴേ അവരുടെ വീടുകളിൽ പോകത്തുള്ളൂ. പക്ഷേ അവന് ആ ഭാഗത്ത് പോയാൽ അവൻ ആ വീടുകളിൽ കയറാതെ വരത്തില്ല. അങ്ങനെ എല്ലാവരുമായിട്ടും ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോഴാണ് അവിടുത്തെ മോനുമായിട്ട് കമ്പനിയാണ്. ഇങ്ങനെ പല ഒത്തിരി ബന്ധങ്ങൾ അവൻ ഉണ്ടായിരുന്നു. പലരുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ പോലും അറിയാത്ത ഒത്തിരി പേരുമായിട്ട് അവന് ബന്ധങ്ങളുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. എൻ്റെ കിച്ചപ്പൻ അവൻ നിഷ്കളങ്കനായൊരു മകനായിരുന്നു പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഒരിടത്തും അവൻ കള്ളത്തരം പറഞ്ഞില്ല. ഇവിടെ കുഞ്ഞുങ്ങളവിടെ സ്കൂൾ കുട്ടി ഒരു മോള് പറഞ്ഞ പോലെ അവൻ വെറും ഒരു പാവമായിരുന്നു, ശുദ്ധ മനസ്സാക്ഷിയുള്ളൊരു കൊച്ചനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. എൻ്റെ ഈ മകനെ ഇന്ന് പകൽക്കാലം വളരെ അഭിമാനത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ യാത്ര അയക്കുന്നത്. എനിക്കതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അവൻ്റെ കൂട്ടുകാർ അവനെ ഈ പ്രാവശ്യം ബാലിയമ്മയുടെ സ്കൂളിലാണ് അവനെ ചേർത്തത്. അവൻ്റെ മമ്മ അവന് കൊടുത്തൊരു ഉപദേശം എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. മോനെ, അവിടെ ഏറ്റവും കൂടുതൽ ഗേൾസാണ് ഉള്ളത്. നീ അവിടെ ചെന്ന് ആ സ്കൂളിൽ ആ ഗേൾസിനൊരു മാതൃകയായിരിക്കണം. നിന്നെപ്പറ്റി ഒരു നെഗറ്റീവായൊരു പേര് അവിടെ ഉണ്ടാകാൻ ഇടയാകില്ല. നീ പഠിച്ചില്ലെങ്കിലും ജയിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. നീ അവിടുത്തെ പെൺകുട്ടികൾക്ക് നീ ഒരു സഹോദരനായിട്ട് അവിടെ നിൽക്കണം. അവിടുത്തെ കൊച്ചമ്മമാരുണ്ട്, രമ്യ അവിടെയാണ് പഠിച്ചത്. കൊച്ചമ്മമാർ എന്തോ ആവശ്യം വിളിച്ചാലും നീ ഓടി ചെല്ലണം. അത് മാത്രം മതി എനിക്ക്, അല്ലാതെ വേറൊരു കാര്യം വേണ്ട. അതുകൊണ്ട് അവന് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മുടെ പിന്നിപ്പാസിൻ്റെ പെങ്ങടെ മോൾ ഉൾപ്പെടെ അവൻ്റെ ക്ലാസ്സിൽ പഠിച്ചവരാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ വളരെ അവരോട് സ്നേഹമാണ്. അവരോടൊക്കെ സെൻറ്റ് തോമസിലും ബാല്യാമഠത്തിലുമൊക്കെ പഠിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം അവനോടൊപ്പം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. അവൻ്റെ മമ്മയുടെ ഒരു ഉപദേശമാണ് അവരെ പിള്ളേരോട് പറയുകയും ചെയ്തു. എൻ്റെ മമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും അവരോട് ഓടിച്ചെന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൈതലായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ മറ്റുള്ളവരെ അനേകം ആൾക്കാരെ ആകർഷിപ്പാൻ ദൈവം അവന് ഭാഗ്യം കൊടുത്തു. സ്നേഹം അവന് അനുഭവിപ്പാൻ ഇടയായത് അതെനിക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകം അവൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി കൂട്ടുകാരുണ്ട്.
ആ കുഞ്ഞുങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭവനത്തിൽ കടന്നു വന്നിരുന്നു. പ്രത്യേകം പ്രൈസിൻ്റെ കൂട്ടുകാർ ജീവന്, അപ്പു, അതുപോലെ സെബിലു, ജോയൽ, അവരോട് ഇവൻ്റെ കൂട്ടുകാരുടെക്കാളും കൂടുതൽ കമ്പനി അവരോടുകൂടെയായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ സ്നേഹമൊക്കെ മേടിക്കുവാൻ ദൈവം അവന് ഭാഗ്യം കൊടുത്തു. അത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ പറയുന്നതിൽ സഭാമക്കളെ, ബന്ധുമിത്രാദികളെ, സ്കൂളിലെ കുഞ്ഞുങ്ങളെ, ഇവരെല്ലാവരെ സ്നേഹിച്ചു. നിങ്ങളെ ആ സ്നേഹം ഇന്ന് നിലനിൽക്കുന്നു. നിഷ്കളങ്കമായ സ്നേഹം അവൻ തിരിച്ചു തന്നു. അത് ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിളിച്ചത് ഞാൻ എൻ്റെ പാസ്റ്ററാണ്. പാസ്റ്ററെ, ഞാൻ ഇങ്ങനൊരു വാർത്ത കേട്ടു, എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ പോയി, എനിക്ക് ഒന്നും അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ വലിയ വായിൽ വിളിച്ച് കരഞ്ഞ് പറഞ്ഞു. എൻ്റെ പാസ്റ്റർ ഓടി നിമിഷ നേരം കൊണ്ട് അവിടെ വന്നു, വേണ്ട കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തു. സഭാ കമ്മിറ്റി അംഗങ്ങളെ, സഭാ മക്കളെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ എല്ലാവരും അവിടെ ഓടി വന്നു. നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ പാസ്റ്ററോട് ഞാൻ നന്ദി പറയുകയാണ്. പാസ്റ്ററോട് നന്ദി പറയേണ്ട കാര്യമില്ല. പാസ്റ്റർ അവനെ ഒരു മകനെ പോലെയാണ് സ്നേഹിച്ചത്. പാസ്റ്റർ വന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഞാനും അവനും കൂടെ ചെന്ന്, പാസ്റ്ററെ എന്ത് കാര്യമുണ്ടെങ്കിലും പാസ്റ്റർ എന്നോട് പറഞ്ഞാൽ മതി, എന്നെ വിളിച്ചാൽ മതി. അതുപോലെ സ്നേഹം കൊടുത്തു. ചുരുക്ക സമയം കൊണ്ട് സജി പാസ്റ്ററെ അവനെ സ്നേഹിപ്പാൻ ഇടയായി. പ്രിയ കുഞ്ഞുങ്ങളെ അതുപോലെ അവനെ ചേർത്ത് നിർത്തി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സഭ മുൻ പാസ്റ്റർമാർ, എൻ്റെ 3 കുഞ്ഞുങ്ങളുമാണ്. എൻ്റെ മൂത്ത മോനാണ് ആദ്യം പാസ്റ്റർമാർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. അവൻ പ്രായമായി കഴിഞ്ഞപ്പോൾ 2ാമത്തെ മോനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം 3ാമത്തെ മോനാണ് വെള്ളം കൊടുക്കുന്നത്. അല്ലോ സഭയിലെ സ്വോത്രാഴ്ച എടുക്കുന്നതിലും ഡ്രം അടിക്കുന്നതിനും ഏത് കാര്യത്തിനും അവരെ ഞാൻ ഒന്നിനും മാറ്റി നിർത്തിയിട്ടില്ല. കസാര എടുക്കുന്നതിനോ എന്ത് കാര്യം ചെയ്യുന്നതിനോ അവരെ മുൻപന്തിയിലാണ്. ഞാൻ വൈപ്പിയുടെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങളെ കുഞ്ഞുങ്ങളെ സഭാപരമായി ആക്റ്റീവായിട്ട് നിർത്തിയാൽ അവർ വേറെ എങ്ങും പോകത്തില്ല, അവർ നഷ്ടപ്പെടത്തില്ല, അവർ സഭയുടെ മുത്തുകളായി അവർ വളരും എന്നൊരു ഉപദേശം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും വളർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അവനെ ജാതി മത വ്യത്യാസമില്ലാതെ, എൻ്റെ നാട്ടുകാർക്ക് എന്നെ പകുതി പേർക്കും എന്നെ അറിയത്തില്ല. അവൻ ഓട്ടോറിക്ഷക്കാരെ, ടെമ്പോ ഓടിക്കുന്നവരെ, വണ്ടി ഏത് ആൾക്കാരെ കണ്ടാലും അങ്കളെ എന്തുണ്ടെന്ന് ചോദിക്കും. അവൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ്. പലരും എന്നോട് സംസാരിക്കുമ്പം ഞാൻ പറയും എനിക്കറിയത്തില്ല. ഞങ്ങൾക്കറിയാം ജെറോഡ പപ്പ അല്ലേ എന്ന് പറയാൻ അവന് മുഖാന്തരം ഇടയായിട്ടുണ്ട്. ജെറോഡ പപ്പ എന്നൊരു പേരിൽ എനിക്ക് പലരുടെ മുന്നിൽ അറിയപ്പെടുവാൻ ഇടയായി. അത് ഞാനൊരു അഭിമാനമായിട്ട് ഈ സമയത്ത് കാണുന്നു. എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണത് അറിഞ്ഞ നിമിഷം മുതൽ പലരും അത് വന്ന് പറയുകയും ഞാൻ വളരെ അതിശയത്തോടെയാണ് കേൾക്കുവാൻ ഇടയായത്. അതുപോലെ എൻ്റെ കൂടെ സഹോദരനെ പോലെ സ്നേഹിക്കുന്നതാണ് ജോബി ബ്രദറിനെ കെട്ടിപ്പിടിച്ചാണ് അവൻ നടക്കുന്നത്. അതുപോലെ സ്നേഹം കൊടുക്കുന്ന ഒരു പൈതലാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ സഹോദരനെ പോലെ സ്നേഹിക്കുന്നതാണ് ടോണി ബ്രദർ. ഈ വിഷയം അറിഞ്ഞ നിമിഷം മുതൽ പവർ വിഷൻ കുടുംബാംഗങ്ങളെ ഓടി വന്ന് വേണ്ട കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും സഭയുടെ മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ, കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തു. പ്രിയ ടോണി ബ്രദറിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഒരുമിച്ച് വൈപ്പിൽ പ്രവർത്തിച്ചതാണ്. പ്രിയ നന്ദി പറയേണ്ട കാര്യമില്ല, എങ്കിലും എൻ്റെ വ്യക്തിപരമായ നന്ദി, എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി പ്രിയ സഹോദരനോട് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ സെൻട്രലിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന ജോബിൻ ബ്രദർ, അതുപോലെ വൈപ്പിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ജസ്റ്റിന്, സാലു പാസ്റ്റർ, അവരെല്ലാം ഓടി വന്നു. ദൈവസഭയിലെ ഒരു 50% ദേവദാസന്മാർ അന്ന് രാത്രിയിലും പിറ്റേ ദിവസമായി അവിടെ കടന്നു വന്നു. നിങ്ങളെല്ലാം ഞാൻ മറന്നിട്ടില്ല, നിങ്ങളുടെ എല്ലാ സ്നേഹം ഞാൻ ഓർക്കുന്നു. മദ്രാസിൽ നിന്ന്, കോയമ്പത്തൂർ നിന്ന്, അങ്ങ് ട്രിവാൻഡ്രത്തു നിന്ന് എല്ലാം ദേവദാസന്മാർ കടന്നു വന്നു. നിങ്ങളോടൊക്കെ നന്ദി അറിയിക്കുന്നു. വൈപ്പി സ്റ്റേറ്റ് ബോർഡ് അംഗങ്ങളെ, സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് മാത്യു ബേബി, സെക്രട്ടറി സജു സണ്ണി, അതുപോലെ ബോർഡ് അംഗങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി നിന്നു. അതുപോലെ സോണലിൻ്റെ വൈപ്പി അംഗങ്ങൾ, സോണൽ സെക്രട്ടറി ജോയ്സ്, അതുപോലെ ബോർഡ് അംഗങ്ങളെല്ലാം കൂടെ നിന്ന് സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി സാലു പാസ്റ്ററിൻ്റെ വൈഫായിരുന്നു അവനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇടയായി. പ്രത്യേകിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവനെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ
പിന്നെ സിസ്റ്റർ മതി എന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് പ്രിയ സഹോദരരെ ക്ലാസ്സിലിരിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. അതുപോലെ തന്നെ അവനെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണ് സാമെ, ഹാനൊക്കെ. ഇവരെല്ലാം പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സഭാമക്കളെ ഒന്നടങ്കം അവനെ സ്നേഹിച്ചു. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പ്രിയ മാമച്ചൻ പാസ്റ്റർ കടന്നു വന്നല്ലോ. പ്രിയ ദേവദാസനെ ഞാൻ ഓർക്കുന്നു. എൻ്റെ പൈതൻ്റെ വളർച്ചയിൽ ഒത്തിരി സപ്പോർട്ടായിട്ട് നിന്ന പാസ്റ്ററും പ്രിയ ആൻറ്റിയും. അവരെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ദേവദാസനാണ്. പ്രത്യേകം ദേവദാസനെ ഓർക്കുന്നു. അവരോടൊന്നും നന്ദി പറയേണ്ട കാര്യങ്ങളില്ല. എങ്കിലും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോട്ടെങ്കിലും ക്ഷമിക്കുക. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകം അവൻ്റെ കൂടെ പഠിച്ചവരും അവൻ്റെ മുൻപ് പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളുടെ കുഞ്ഞ് നിത്യതയിലുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ്റെ ടീഷർട്ടിൽ അവൻ്റെ മമ്മി മേടിച്ചു കൊടുത്തൊരു ടീഷർട്ടാണ്. അവന് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ടീഷർട്ടാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാനൊരു ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ അത് ഇട്ടോളാം എന്ന് പറഞ്ഞ് എൻ്റെ ടാഗ് പോലും പൊട്ടിക്കാതെ അത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇന്ന് അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ വാചകം ഞാൻ കണ്ടത്, ബെസ്റ്റ് പ്ലേസ്. എൻ്റെ കുഞ്ഞിന്ന് അവൻ്റെ ബെസ്റ്റ് പ്ലേസിൽ അവൻ കടന്നുപോയി. അവൻ മേടിച്ച് വെച്ച ടീഷർട്ട്, അവൻ പാത്ത് വെച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ എൻ്റെ ബെസ്റ്റ് പ്ലേസിലേക്ക് കടന്നുപോയി. ഇതെല്ലാം ദൈവം അറിയാതല്ല നടക്കുന്നത്. നമുക്ക് അതിന് അറിവ് കിട്ടിയിട്ടില്ല. എങ്കിലും ദൈവം അറിയുന്നു. അവൻ്റെ ഒരു കൂട്ടുകാരന് ശ്രീജിത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണ്. അവൻ്റെ ഒരു ബൈക്ക് മേടിച്ചുകൊണ്ട് വന്നു. തലേദിവസമായിട്ട് ആ ബൈക്ക് അവൻ്റെ വീട്ടിൽ മമ്മ ഞാൻ അവിടെ കൊടുത്തിട്ട് അവരോട് നന്ദി പറഞ്ഞിട്ടാണ് പോരുന്നത്. എൻ്റെ കുഞ്ഞിനെ ദൈവം വിളിക്കുന്നുള്ള അവനെ മനസ്സിലായോ എന്നറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരമാണ് അവൻ ഇന്ന് ഇവിടുന്ന് കടന്നുപോയേ. അവൻ ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പ്ലേസിൽ പോയി. നമ്മൾ ആഗ്രഹിച്ച ബെസ്റ്റ് പ്ലേസിൽ കടന്നുപോയി. ഇനി അവൻ ഇങ്ങോട്ട് വരത്തില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവനെ കാണും. മുഖാമുഖമായി കാണുന്നൊരു ദിവസമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുങ്ങി കാത്തിരിക്കുന്നു. അവൻ്റെ മമ്മ അവന് നല്ല ഉപദേശം കൊടുത്ത് വളർത്തി. അവനെ അന്ന് വെള്ളത്തിൽ വീണതിൻ്റെ അരമണിക്കൂർ മുമ്പ് അവൻ്റെ ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവൻ്റെ മമ്മയ്ക്ക് മെസ്സേജ് ഇട്ടു, താങ്ക്സ് മമ്മ. അവനെ വളർത്തിയതിനും അവനെ പരിപാലിച്ചതിനും അവന് ശിക്ഷണം കൊടുത്തതിനും അവന് നന്ദി വാക്ക് പറഞ്ഞിട്ടാണ് അവൻ പോയത്. എൻ്റെ കുഞ്ഞ് ഒരിക്കലും വേറെങ്ങും പോയിട്ടില്ല. അവൻ നിത്യതയിലുണ്ട്. ദൈവത്തിൽ ഒരു യജമാനൻ തൻ്റെ തോട്ടത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പൂ പറിക്കുന്ന പോലെ അവനെ പറിച്ചുകൊണ്ട് പോയി. അതിനെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ദൈവം 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം പറഞ്ഞു, കർത്താവിൻ്റെ വരവ് അടുത്തു. ആരും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളവനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ കൂട്ടുകാരോട് പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വിടുമ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങൾ എവിടെ പോകുമെന്ന് പറഞ്ഞിട്ടേ പോകാവൂ. നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ ഒരു 90% വിജയിക്കത്തില്ല. ഒരു 10% വിജയിക്കത്തുള്ളൂ. ബാക്കിയുള്ളത് അപകടത്തിലേക്ക് പോകത്തുള്ളൂ. നിങ്ങൾ നഷ്ടപ്പെടുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ആയുസ് മുഴുവൻ വേദന തിന്നുന്ന ഒരു അനുഭവമാണ്. പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ജെറോ അവൻ നല്ലതായിട്ട് ജീവിച്ചു. നിങ്ങളും ആ ദൈവത്തെ അറിയുക. അവൻ പോയ വഴിയെ പോകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിനും ഒരിക്കൽ കൂടെ എൻ്റെ ദൈവദാസന്മാരോടും പ്രത്യേക വൈരജി പാസ്റ്റർ അറിഞ്ഞ നിമിഷം മുതൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഭവനത്തിൽ കടന്നു വന്നു. പ്രിയ ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. സാങ്കുട്ടി പാസ്റ്റർ വന്നു, ഷിബു കെ മാത്യു വന്നു, അതുപോലെ കൗൺസിൽ അംഗങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല വഹിക്കുന്നവരെ എല്ലാവരുടെയും പേര് പറയാൻ എനിക്ക് സമയമില്ല. ജോസഫ് മറ്റത്തുകളച്ചാന് പോസ്റ്റ്മോർട്ടം നടന്ന ദിവസങ്ങളിൽ വന്നു. ബ്രദർ രാജീവ് കുളങ്ങര വന്നു. എല്ലാവരും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.